ഈക്വാലിറ്റിയെ പറ്റി പറ. ഈ ഈക്വൽ എന്നുള്ള ഒരു കമ്പാരിസൺ ആണെന്ന് നിങ്ങൾക്കറിയോ? ഗ്രേറ്റർ, ലെസർ, ഈക്വൽ, ഇത് മൂന്ന് കമ്പാരിസണാ. രണ്ടെണ്ണം കൊണ്ടല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര തന്നെ. അല്ലല്ല, നിങ്ങളത് കാണേണ്ടത്. അപ്പൊ എന്താ ഈ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് എന്തായിട്ടാ താങ്കൾ കാണുന്നത്? ദൈവം തന്നെ ആയിട്ടാണോ? യഹോവ താഴെ യഹോവ എന്ന് വന്നിട്ടാണോ? പറഞ്ഞു കഴിഞ്ഞ ഒരു ദൂതനാ സഹോദര. യഹോവ എന്ന് പറഞ്ഞാൽ കേറ ഒരു ദൂതൻ. യഹോവ ഒരു ദൂതനാണ്. നിങ്ങൾ ആവർത്തനം 32:8 വായിച്ചു നോക്ക്. അല്ല, താങ്കൾ പറയുന്നത് സീരിയസ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കാം. ആവർത്തനം 32:8 ഞാൻ നോട്ട്. അവിടെ എന്താ പറയുന്നത്? യഹോവ ദൂതനാണെന്നാണ് താങ്കൾ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ആണ്. അവിടെ നിങ്ങളുടെ ബൈബിള് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തുറന്നു വായില്. അപ്പൊ താങ്കളുടെ എന്റെ അഭിപ്രായം അല്ല, ബൈബിള് വായിക്കേ. എന്താണ് ആവർത്തന പുസ്തകം 32:8? മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. ഞാനെടുത്ത വാക്യം തെറ്റിയോ എന്ന് എനിക്കറിയില്ല. ഇതിൽ നിന്ന് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ദൂതനായിട്ട്? അപ്പൊ എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം നോക്ക്. ഓക്കെ, യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. അതാണ് 9ാമത്തെ വാക്യം. അപ്പൊ ഒറിജിനൽ കോഡ് മഹോന്നതനായ ദൈവമാണ്. അത്യുന്നതനായ ഏലിയോൻ എന്ന് പറയും. ഈ ഏലിയോൻ എന്ന ദൈവം ഈ മാലാഖമാരായിട്ടുള്ളവർക്കൊക്കെ കൂടെ ഭൂമിയെ മനുഷ്യനെ വീതം വെച്ചു കൊടുത്തപ്പം ഇസ്രായേലിന്റെ ഭരണ ചുമതല കിട്ടിയ ഒരു ദൂതൻ മാത്രമാണ് യഹോവ. അപ്പുറം ദാഗോനെ, അസ്തരത്ത്, ബാല്, അങ്ങനെ ഒത്തിരി ദേവന്മാരുണ്ട്. ആ ദേവന്മാർക്കൊക്കെ വീതം കിട്ടി. യഹോവയ്ക്ക് അംശമേ കിട്ടിയുള്ളൂ. കിട്ടിയ അംശം ഇസ്രായേലാണ്. ആദ്യം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് പഠിച്ചു പോവാ. ഇപ്പൊ എനിക്ക് അടിസ്ഥാനപരമായിട്ട് കാര്യം മനസ്സിലായി. ഇവിടെ മഹോനൻ എന്ന് പറഞ്ഞിരിക്കുന്ന 8ാമത്തെ വാക്യവും 8ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും 9ാമത്തെ വാക്യത്തിൽ യഹോവയുടെ അംശം എന്ന് പറഞ്ഞതും രണ്ടും രണ്ട് പേരാണെന്ന് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് അവിടെയാണ് താങ്കൾക്ക് പെശക പറ്റിയത്. ഐ എം സോറി ടു സേ ലൈക്ക് ദാറ്റ്. ഇത് രണ്ടും ഒരാളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. എനിക്ക് താങ്കൾ പറഞ്ഞ കൃത്യമായി. ഈ രണ്ട് വാക്യങ്ങൾ എടുത്തിട്ട് മഹോനൻ എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റി. ശരി, പറയാം. ആഗ്രഹം കൊള്ളാം സഹോദര, നിങ്ങളുടെ ആഗ്രഹം കൊള്ളാം, പക്ഷെ നടക്കത്തില്ല. അപ്പൊ ഈ എന്തോ യഹോവയ്ക്ക് അംശം മാത്രം കിട്ടിയ, മുഴുവൻ കിട്ടാഞ്ഞേ? എന്തിനാ വീതം വെച്ചതെന്ന്? യഹോവ ആരുമായിട്ടാ വീതം വെച്ചത്? ഞാൻ നോക്കട്ടെ. നമ്മളെല്ലാം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടംപോലെ പണികളുള്ളതല്ല. ഞാനത് നോക്കിക്കോട്ടെ. ലെറ്റ് മീ ലുക്ക് ഇൻ ടു ദാറ്റ്. ഓക്കെ, അതും കുഴപ്പമില്ല. എത്ര പ്രാവശ്യം 2 മിനിറ്റ് നോക്കിയോ? സമയം തരാം. 2 മിനിറ്റ് കൊടുക്കാൻ പാസ്റ്റേ. നാളെ നമ്മളെ സൈമൺ മാഗസ് പൊട്ടിച്ചിരിക്കുന്നു മാസ്റ്റേ. ഈ അഭിഷേകം ശരിയല്ല സൈമൺ മാഗസ്. എന്തിനാ? ക്രിസ്ത്യന് ഇനി സമയം കൊടു. യഹോവയ്ക്ക് കുറെ ബിൽഡപ്പ് ഒക്കെ ഉണ്ടാക്കി പിന്നെ അതൊക്കെ വകവെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. യഹോവ വലിയ കൊണാഹൻട്രാന്നൊക്കെ പുള്ളി ഇരുന്ന് പറയുന്നുള്ളൂ. പുള്ളി പറയുന്നുണ്ടല്ലോ ഇസ്രായേലിന്റെ കൊണ്ടാണ്ടർ ഞാനാകുന്നത് പുള്ളി പറയുന്നുണ്ടല്ലോ പാസ്റ്റർ. കൊണാണ്ട്രിച്ച് ഇസ്രായേലിന് ഒരു പരിവാക്കിയില്ലേ? അടുത്ത ആള് ജെഹോവ ഇസിക്കൽ യേശു ഐസക് പോൾ. ഇതൊക്കെ ആരാണോ?
ഓക്കെ, ഞാൻ അതിന് പെട്ടെന്ന് റെസ്പോൺസ് പറയാം. ഞാൻ ആദ്യം 32-ാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തിരിക്കും. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 32 എന്ന് പറയുമ്പോൾ ഞാൻ 32-ന്റെ 3 കാണുകയാണ്. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. അതേ വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ. അപ്പൊ ഈ വാക്യം കാണുമ്പോൾ മിസ്റ്റർ ഷിബു, താങ്കൾ രണ്ടും, യഹോവ വേറെ ദൈവം വേറെ, ഇങ്ങനെയാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? താങ്കളുടെ കൺസെപ്റ്റ് അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ അല്ല. അപ്പൊ താങ്കൾ ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു ഫാലസി ഉണ്ടല്ലോ, ആ പ്രകാരം ഇത് രണ്ടും രണ്ടാണോ? യഹോവ വേറെ, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് രണ്ടാണോ? 32-ാമത്തെ ചാപ്റ്റർ തന്നെ 3-ാമത്തെ വാക്യം ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഇതിന് മറുപടി പറയാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് പറഞ്ഞത്? ഞാൻ ഇച്ചിരി ബിസിയില്ല ഇവിടെ, ഒരു 5 മിനിറ്റ്. എന്നാ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞ വാക്യം വായിച്ചു. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ. ആവർത്തനം 32-3. ഇത് വെച്ച് പുള്ളി പറയുന്നത് നമ്മുടെ ദൈവം യഹോവയാണ്. ഈ പുള്ളി പറയുന്നത് ഈ 3 വായിച്ചിട്ട് 8 വായിക്കാവുള്ളെന്നാണ് പിന്നെ സാറേ പുള്ളി പറയുന്നത്. പിന്നെ സാർ അങ്ങനെയല്ല ഞാൻ കേട്ടോ? പറഞ്ഞത്. ഇല്ല, അങ്ങനെയല്ല ഞാൻ ആ പറഞ്ഞത്. ഈ വാക്യം ഞാൻ പറയാൻ ശ്രമിക്കാം. എന്നോട് മിസ്റ്റർ ഷിബു ചോദിച്ചത് 8-ാമത്തെ 32-ന്റെ 8 എടുക്കുമ്പോൾ മഹോന്നതൻ എന്ന് പറയുന്നു, 9-ൽ യഹോവ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് പുള്ളി ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുന്നു. എന്നിട്ടാണ് വാദം വന്നിരിക്കുന്നത്. അതാണ് പുള്ളിയുടെ കൺസെപ്റ്റ്. ഞാൻ അതിന്റെ തന്നെ ചോദിക്കുകയാണ്. 32-ന്റെ 3, 8-ന്റെ എന്ത് രസമുണ്ട്. 32-ന്റെ 3 പകുതി, 8-ന്റെ പകുതി, 8-ന്റെ ആ പകുതി എടുക്കുന്നത്. 3-ൽ എന്താ കാണുന്നത്? ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ എന്നുള്ള വാക്യം കാണുമ്പോൾ നിങ്ങൾ ഈ ജിജിക്കാർ രണ്ട് ദൈവങ്ങളെയാണ് കാണുന്നത്. യഹോവ എന്ന് പറഞ്ഞ വേറൊരു ദൈവം, ഇവിടെ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ വേറൊരു എൻറ്റിറ്റി. ഇതാണ് എന്റെ ചോദ്യം. ഇത് രണ്ടും ഒന്നാണ് സുഹൃത്തെ. ഇത് ഒരാളെ വളരെ പറ്റി വേറെ പറയുന്നത്. വളരെ കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. ജീജി അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് 32-ന്റെ 8-ൽ എന്തിനാണ് ഈ മഹോന്നതം വീതം, ആരുടെ കൂടെയാണ് വീതം വെച്ചത്? അതൊന്ന് പറ. അവിടെ തെറ്റിയല്ലോ. ഈ 3-ാമത്തെ വാക്യം മലയാളം വായിക്കുന്ന ആർക്കും, മലയാളത്തിൽ മനസ്സിലാക്കുന്ന ആർക്കും മനസ്സിലാകും ഇത് ഒരാളെ പറ്റിയാണ് 3-ാമത്തെ വാക്യം പറയുന്നത് മനസ്സിലാകും. അതേപോലെ തന്നെയാണ് 8-ഉം 9-ഉം വായിക്കുമ്പോൾ ഇത് ഒരു എൻറ്റിറ്റിയെ പറ്റിയാണ് പറയുന്നതെന്ന് ആർക്കും മനസ്സിലാവും. പക്ഷെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അതൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ് സുഹൃത്തെ, ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ അതാ ഞാൻ ചോദിച്ചത്, ഈ മഹോന്നതൻ ആരായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്? അത് ആരൊക്കെയാണെന്ന് താങ്കൾ പറ. തീർച്ചയായിട്ടും ഇത് ആരായിട്ടാ ഷെയർ ചെയ്യുന്നത്? ഞാൻ അതിന്റെ അത് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം ഒരേ ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞോളാം. ഒരേ നിങ്ങൾ പറയണ്ട പറയട്ടെ, നിങ്ങൾക്ക് പറ്റിയതാണെന്ന്. പെട്ടെന്ന് ഞാൻ പറയാം. നമ്മള് എന്താ പറയുക, ആശയങ്ങൾ ആർക്കും എന്തും വിശ്വസിക്കാനും മനസ്സിലാക്കാനും തിരസ്കരിക്കാനുള്ള അവകാശം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പറയാം. ഇറ്റ്സ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ മൈ ഡിയർ, ഇറ്റ്സ് ഡിഫറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് നിങ്ങളുടെ അവകാശമാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അത് ശരിയാവണം നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കരുത്. അവിടെയാണ് തെറ്റ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ചോദിച്ചതിന് ഇത്തരം ഉത്തരം തരുന്നുള്ളൂ സഹോദരൻ. ഞാൻ അദ്ദേഹത്തിനാണ് ഒന്ന് ചോദിക്കുന്നത്. അവകാശം, നിങ്ങൾ ആ വാക്യത്തിന്റെ അർത്ഥം പറ. നിങ്ങൾ ആ വാക്യത്തിന് മഹോന്നതൻ ആരായിട്ടാണ് വിഹിതം വെച്ചത്? ആ വാക്യം വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറ. എന്റെ സഹോദര, ഞാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ പരിമിതിയിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് കൂടുതൽ സമയം തന്ന് ഞാൻ ഇത്ര നേരം പിടിച്ചു. ഇതൊക്കെ പിടിക്കായിരുന്നു. യഹോവയുടെ വിഷയം പിടിക്കായിരുന്നു, ബൈബിൾ എന്ന വിഷയം പിടിക്കായിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടിരുന്നത് ഇത്ര നേരം. ഇത് ഇത്ര ഉള്ളു കാര്യം. വളരെ സിമ്പിൾ ആണ്. ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. നിങ്ങൾ ആ 32-ന്റെ 8 അങ്ങ് വായിച്ചിട്ട് തീരുമാനം പറ. നിങ്ങളുടെ യഹോവയുടെ വിഷയം തീരും. സുഹൃത്തെ, ആസ് ഇറ്റ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്, കൃത്യമാണ്. ഇവിടെ ഞാനൊന്ന് വായിക്കുകയാണ്. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. ആരാണ് യാക്കോബ്? യാക്കോബ് എന്ന് പറയുന്നതാണ് ഇസ്രായേൽ. ഇസ്രായേലാണ് ദൈവത്തിന്റെ സ്വന്തം ജനം. ഏത് ദൈവത്തിന്റെ? യഹോവയായ ദൈവത്തിന്റെ. ആ യഹോവയായ ദൈവത്തിനെ തന്നെ മാത്രമാണ്. എന്ത് കൃത്യമായിട്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് സുഹൃത്തെ.
ഇതിന് ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവും. യാക്കോബിനെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുകയും യഹോവയുടെ സ്വന്തം ജനം. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്ന ആ ചിന്തയാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ യാക്കോബിനെയാണ് ഇസ്രായേൽ എന്ന് വിളിച്ചത്. അതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഉണ്ട്. അത് എന്റെ ബൈബിളിൽ, നിങ്ങളുടെ ബൈബിളിൽ, എന്റെ ബൈബിളിൽ കിടക്കുന്നുണ്ട് യാക്കോബിനാണ് ഇസ്രായേൽ, അല്ലെ? ആ ഇസ്രായേലിനെ സ്വന്തം ജനം എന്ന് പറയുന്നതിന്റെ വാക്യമാണ്. ഞാനൊന്ന് എഴുതി വെക്കട്ടെ, ഈ പോയിന്റ് ഞാൻ എഴുതി വെക്കട്ടെ. താങ്ക്സ് ഫോർ യുവർ കോട്ടിങ് മിസ്റ്റർ ഷിബു. ഇത് രണ്ടും ഈ മഹോന്നതനും യഹോവ എന്ന് പറയുന്നത് രണ്ടും കണ്ടായിട്ട് ഇതൊന്നും ചോദിച്ചില്ല എന്റെ ഒരു യാക്കോബ് ഇസ്രായേൽ അല്ലാതെ ഇസ്രായേൽ യാക്കോബ്, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം, അതായത് ശിവപാസ് ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾക്ക് വല്ല മനസ്സിലായായിരുന്നോ? നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ വാക്യം വായിക്കുന്നത്? അതല്ലേ നിങ്ങൾ ഇപ്പൊ എഴുതി വെക്കുന്നത്? അറിയാൻ പാടില്ലാത്ത കാര്യം എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ഇത് വ്യാഖ്യാനിക്കുന്നത്? ചോദ്യം ഒന്നുകൂടെ ചോദിക്കും പിന്നെ സാറേ, പുള്ളി പറയട്ടെ. മഹോന്നതൻ ആരായിട്ടാണ് വീതം വെച്ചത്? അതാണ് ചോദ്യം. സുഹൃത്തെ, മഹോന്നതന് വീതം വെച്ചെന്നാൽ ഇവിടെ തർക്കവിഷയം മിസ്റ്റർ ഷിബു പറഞ്ഞത്, ഇവിടെ മഹോന്നത എന്ന് പറയുന്നത് വേറൊന്നും, യഹോവ എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റിയും. ഇതായിരുന്നു തർക്കവിഷയം അല്ല മിസ്റ്റർ ഷിബുവിന്റെ കൺസെപ്റ്റ് അതാണ്. അത് നിങ്ങളുടെ ഉള്ള ആൾക്കാരുടെ, അത് എന്റെ സഹോദരൻ, തെറ്റാണ്. ഇപ്പൊ ഒരു ചോദ്യം പ്രൈസ് ഇല്ല. ആ ചോദ്യത്തിനൊരു നിങ്ങളൊരു ഉത്തരം അതെ കൊടുക്കും. അതെ നിങ്ങൾ വേറെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ. അതിനുള്ള കൃത്യമായ ക്ലാരിഫിക്കേഷൻ ആണ് ആ ചോദ്യം. ഇത് ആർക്ക് വീതം വെച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉത്തരം കിട്ടും. യഹോവ ഒരു ദൂതനായിരുന്നു, നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതാണ് സംഭവം. അത് നിങ്ങൾ എടുക്കില്ല. രണ്ടുപേരെന്നുള്ളത് ഓക്കെ, രണ്ടുപേര് ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ യഹോവ എന്നത് ദൂതനാണെന്നുള്ളതാണ്. അല്ലാണ്ട് ഈ വാക്യത്തില് ഈ വാക്യത്തിന് അല്ല ഡിബേറ്റ്. യഹോവ ദൂതനാണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് തന്നത്, ഒറ്റ എവിഡൻസ് ആണ് തന്നത്. ആ എവിഡൻസിൽ മഹോന്നതം വീതം വെച്ച് കൊടുത്തതിനകത്ത് ഒരു അംശം മാത്രം എടുത്തുകൊണ്ട് പോയ ഒരാളാണ് യഹോവ. ഇതാണ് പോയിന്റ്. അല്ലാതെ നിങ്ങൾ ഈ വാക്യത്തിൽ രണ്ടുപേരുണ്ടെന്നുള്ളത് അതാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് ചോദ്യം ഇതാണ്, മഹോന്നതൻ ആർക്കാണ് ഇത് വീതം വെച്ചത്? അത് നിങ്ങൾ പറ. ആ വാക്യത്തിൽ മഹോന്നതൻ ആർക്കാണ്, എന്താണ് വീതം വെച്ചത്? സുഹൃത്തെ, അത് തന്നെയാ പറയുന്നത്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആട്ടപടലം തെറ്റാണ്. ഇതാണ് നമ്മളുടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. സുഹൃത്തെ, നിങ്ങൾ ഇവിടെ 8-ാം വാക്യത്തിൽ മഹോന്നതൻ എന്ന് കാണുകയും ചെയ്യുന്നു. 9-ാമത്തെ വാക്യത്തിൽ യഹോവ എന്ന് പറയുന്നത് രണ്ടും രണ്ട് എൻറ്റിറ്റി ആയിട്ടും മഹോന്നതൻ യഹോവയ്ക്ക് അംശം വീതിച്ചു കൊടുത്തു എന്ന് പറയുന്നതായ ഈ മഹോന്നതിന്റെ താഴെ ഉള്ളതായ സംഭവമാണ് യഹോവ എന്നൊക്കെ അങ്ങ് ധരിച്ച് വശാവുകയാണ്. സുഹൃത്തെ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് സുഹൃത്തെ സുഹൃത്തെ നിങ്ങൾ പറയുന്ന സുഹൃത്തെ, ഞാൻ പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ് മൈ സെന്റൻസ്. എന്നിട്ട് നിങ്ങൾ ആയിക്കോട്ടെ, ആൾക്കാരും കേൾക്കുന്നതായിക്കോട്ടെ. നിങ്ങൾ എന്നിട്ട് ഈ രണ്ട് വാക്കുകൾ എടുത്തിട്ട് മഹോന്നതൻ വലിയ ദൈവവും മറ്റേതൊരു കുട്ടി ദൈവവും എന്നുള്ള കൺസെപ്റ്റിലൊക്കെ വന്ന് നിങ്ങളുടേതായ ഭാവന വിരിയിച്ചെടുക്കുന്നു എന്നുള്ളതല്ല, തെറ്റാണ്. നിങ്ങളൊരു ഓക്കെ, ഇത് രണ്ടും ഒന്ന് എന്നുള്ളതായ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അവിടെയാണ് തെറ്റ്. അതാണ് പിശാചിന്റെ ആക്ടിവിറ്റീസ് വരുന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. എന്റെ പൊന്നു സഹോദര, ഞങ്ങളെ സർട്ടിഫൈ ചെയ്യാനല്ല പറഞ്ഞു, ചോദ്യമാണ് ചോദിച്ചത്, അല്ലാണ്ട് സർട്ടിഫൈ ചെയ്യാൻ പറഞ്ഞില്ല സഹോദര. ഞാൻ സഹോദരൻ പെട്ടെന്ന് പറയാം. നിങ്ങൾ ഇവിടെ പറയുന്ന യഹോവ ദൈവത്തെ താഴ്ചയുള്ള, അതായത് സെക്കൻഡറി ദൈവമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, മോശയ്ക്ക് വെളിപ്പെട്ടതായ ദൈവം, അത്യുന്നതനായ അതിതീക്ഷ്ണതയുള്ള ദൈവം, യഹോവ എന്ന് സ്വയം നാമം വെളിപ്പെടുത്തിയതായ ദൈവത്തെ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്യുന്നു, മഹോന്നതത്തിന് താഴെ ഡിഗ്രേഡ് ചെയ്യുന്നു. എന്ത് ഗതികേടാണ് സുഹൃത്തെ. സഹോദരൻ 32-ന്റെ 8-ഉം 9-ഉം വായിച്ചിട്ട് അതിന്റെ ഒരു അർത്ഥം പറഞ്ഞു തന്നെ. ആർക്ക് വീതം, ഇതാ ചോദ്യം. ഇതാണ് ആർക്ക് വീതം വെച്ചു, ഇതാ ചോദ്യം. ഇത്ര ഉള്ള ചോദ്യം. അല്ലാതെ ഞങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നോ ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ സർട്ടിഫൈ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ 32-ന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ വായിച്ചിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ മതി. ആരാണ് ഇത് വീതം വെച്ചത്, ആർക്കാണ് വീതം വെച്ചത്, ഇത്രയും പറഞ്ഞാൽ മതി. ഇതാ ചോദ്യം. ആർക്ക് വീതം വെച്ചു, ഇത്ര ഉള്ള ചോദ്യം. 3-4 പ്രാവശ്യം ഇനിയും ആവർത്തിക്കാം. ആർക്ക് വീതം വെച്ചു, ഇത്ര ഒന്ന് പറഞ്ഞാൽ മതി. വേറെ ഒരു ചോദ്യം ചോദിച്ചില്ല. പിന്നെ ഞങ്ങളുടെ ഉപദേശം പറയാൻ നിങ്ങളുടെ ഹെൽപ്പ് ഒന്നും വേണമെന്നൊന്നുമില്ല. ഞങ്ങള് പറയുന്നതിനൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തതയൊക്കെ ഉണ്ട്. സുഹൃത്തെ, ലാസ്റ്റ് റെസ്പോൺസ് ഫോർ ദാറ്റ്, സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ഈ രണ്ട് വാക്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ രണ്ടും രണ്ട് എൻറ്റിറ്റി ആയിട്ട് കാണുന്നു. ഇവിടെ ആർക്കും കൊടുത്തിട്ടിരിക്കുന്ന, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതല്ല. ഇത് രണ്ടും വിവക്ഷിക്കുന്നത് ഒരു ദൈവത്തെ പറ്റിയാണ്, യഹോവയായ ദൈവം, പിതാവായ ദൈവത്തെ പറ്റി മാത്രമാണ്. നിങ്ങൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണുന്നു. ഇതാണ് തെറ്റെന്ന് ഞാൻ പറയുന്നു, നിങ്ങളത് ശരിയെന്ന് പറയുന്നു. ഇതാണ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. സുഹൃത്തെ, അതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്നെ സംബന്ധിച്ച് അപ്രസക്തമാണ് സുഹൃത്തെ.
ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ പറഞ്ഞതായ ഈ പോയിന്റ്, ഈ ഒരു അതെ വാക്യം അതെ എടുത്ത് അതെ 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 കുറെ നേരമായിട്ട് നിങ്ങളുടെ ഈ കഥയും അതൊന്നും ചുമ്മാ വേണ്ട. ഇരുന്ന് ഇവിടെ കഥ ചോദിച്ചതിന് ഉത്തരം പറയാതെ പറയാൻ പറഞ്ഞിട്ട് ചോദിച്ച പാടില്ല, ഉത്തരം ഇറങ്ങി പറയടോ. ഇറങ്ങിപ്പോവും. മനുഷ്യൻ ചുമ്മാ ഇറങ്ങി കിടന്ന് ഒരു മിണ്ടാതെ കിടന്നു. കേട്ടിട്ട് എന്ത് വിവരക്കേടാടോ എന്തോ തള്ളുന്നത്. നിങ്ങൾ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതാണ് ഒരു ഈ ചോദ്യം കുരുമുട്ട തുടങ്ങി. ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു, അതിന് മാന്യമായ ഉത്തരം പറ, അല്ല ഇറങ്ങിപ്പോവും. ഇവിടെ കുരുമുട്ട വലിയ തുടങ്ങി. കോളേജ് ലെക്ചർ ഉത്തരം അടിക്കുന്നതിലോട്ട് വേണ്ട പോണവര് വേണ്ട അടിക്കല്ലേ നിങ്ങളുടെ കേട്ടോ. കഥ. ആ ചുമ്മാ ഇയാളുടെ കേൾക്കാനിരിക്കുകയല്ലേ ഞങ്ങളിവിടെ. കുറെ നേരം കൊണ്ടില്ലോ, ഒരു 2-3 മണിക്കൂറല്ലോ ഇവിടെ തുടങ്ങിയിട്ട്. അതാണ് എന്തോടോ ഇത്? നിങ്ങൾക്കൊന്നും അല്ല ഈ നിനക്കൊന്നും ഒരു വിവരമില്ലടോ. എടോ, അതെ ഈ ആരാർക്ക് അണ്ടൻ വീതം അടവോട് വെച്ചു എന്നാണ് ചോദിച്ചത്? അതെനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ആരാർക്ക് പറഞ്ഞ വീതം വെച്ചു? മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ എന്റെ സ്വഭാവം കാണിക്കാം. ഈ അണ്ടൻ അടവോടും പറഞ്ഞ ഹെറസിന്റെ പുറകെ നടക്കരുത്. ഈ പിശാചിന്റെ കയ്യിൽ ഇടപെടരുത്. ബൈബിളിനെ നീയാടാ നിങ്ങൾക്കും അതാ വിശ്വസനീയമായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പറയുന്നത് ചോദ്യത്തിന് ഉത്തരം എടാ ഇല്ല, അണ്ടാ, തേങ്ങയില്ല. നിന്റെ അടുത്ത് ഒരു ആരാർക്ക് വീതം കാര്യം വെച്ച് ചോദിച്ചതിന് ചോദിച്ച ഉത്തരം പറ. പുള്ളി. അതെ, സ്വഭാവം കാണിക്കാം. നല്ല ഡയലോഗാണ് തരാം. ലെക്ചർ അടിക്കാൻ പോന്ന് ഷിബു നടക്കരുത്. അല്ല ചോദിച്ചത്. ബൈബിള് തള്ളുന്നവന്റെ കൂടെ നിൽക്കരുത്. ബൈബിള് തള്ളുന്നവൻ പിശാചാണ്. ദൈവത്തെ എതിർക്കുന്നവൻ പിശാചാണ്. എടാ നീ അലമ്പുണ്ടാക്കാതെ. പിന്നെ റോച്ച ലൈറ്റോ മറ്റും മിണ്ടായിരിക്കെ. ക്രിസ്ത്യനെ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ഇത് കേക്ക്. നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ ഓടാതെ അവിടെ നിൽക്കും. എന്റെ ഈ ഞാൻ ആവർത്തന 32 ഇല്ലല്ല, ആവർത്തന 32 യഹോവ വീതം മേടിക്കാൻ വേണ്ടി നിന്നു 70 പേരുടെ കൂടെ. 70 പേർക്ക് എടോ 70 ഒരാൾ മാത്രം യഹോവ. 70 ഒരാൾ മാത്രം. നീ എടാവുള്ളതെന്ന് വിളിക്കണ്ട, അത് നിന്റെ തമ്പെ പോയി വിളിച്ചു വെച്ചാൽ എന്നെ ഒന്നും വിളിക്കാൻ വരണ്ട. ഇത്രയും കാലം നിന്നെ ഇവിടെ മര്യാദയ്ക്ക് ഇരുത്തി സംസാരിപ്പിച്ചു. നീ ഇപ്പൊ അവസാനം ഉത്തരം മുട്ടിയപ്പോ നീ തെറി പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണോ? നീ തെറി പറഞ്ഞാൽ ഞങ്ങൾ തെറി. നീ അങ്ങനെ മെനക്കാതെ നീ ആദ്യം പറ. എടാ 70 പേർക്ക് വീതം വെച്ചപ്പോ, എടാ 70 ഒരാളല്ലേ യഹോവ? 70 ഒരാളല്ലേ യഹോവ? 70 പേർക്ക് വീതം. എടാ 70 ഒരാളല്ലേ യഹോവ? നീ അവിടെ നിൽക്കും. നിനക്ക് അതിന് ഉത്തരം പറയാമെങ്കിൽ നീ പറ. നീ ആവർത്തനം 32 ഉത്തരം പറ. ഇതാരാ ഇയാളെ ഈ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്? ആവർത്തനം 32:8. ഏതോന്നെ ഇവനെ മ്യൂട്ട് ചെയ്യുന്നത്. ആവർത്തനം 32:8 നീ അർത്ഥം പറ. എന്നിട്ട് നീ പോയിച്ചാ മതി. നീ അർത്ഥം പറയടാ. നീ അർത്ഥം പറയടാ. ആവർത്തനം 32:8 അർത്ഥം പറയടാ. എടാ യഹോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു തീറ ദൂതൻ. ഒരു തീറ ദൂതൻ. എടാ മാറി നിനക്ക് എന്നോട് പറഞ്ഞു. എടാ തീറ ദൂതൻ. ആരാ ഇവിടെ ഞങ്ങളുടെ തെറി പറഞ്ഞേ? യഹോവ ഒരു ദൂതനാണ്. 70 പേരുണ്ടായിരുന്നവര് 70 പേർക്കും വീതം വെച്ചപ്പം ഒരു വീതം പുള്ളിക്ക് കിട്ടി. ഇതാണ് അവിടുത്തെ ചരിത്രം. അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോ പുള്ളിക്ക് കുരു പൊട്ടിട്ടുണ്ട കാര്യം. സത്യമല്ലേ? അല്ലെങ്കിൽ അല്ലെന്ന് തെളിയിക്കണം. അതിന്റെ അർത്ഥം ഇന്നതാണ്. അത് പറയാനുള്ള കഴിവുമില്ല. ചുമ്മാ നടന്ന് വേളം വെക്കുക. ഇത്രയും 3 മണിക്കൂർ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ഇപ്പൊ തെറി പറയണം. ഇത്രയും നേരം അതിന് തെറിയില്ലാതെ ഒന്നുമില്ല. ആസ് ഇറ്റ് ഈസ്, സിമ്പിൾ ആസ് ഇറ്റ് ഈസ് ഇംഗ്ലീഷ് പറഞ്ഞിട്ടിരുന്ന കറക്റ്റ് ചോദ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനൊന്നും അറിയാൻ മേലാത്ത നല്ലത്. ഇനി അവൻ നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാം അറിഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വന്ന ഒന്നും അറിയാൻ മേലാത്ത പൊട്ടനെ പോലെ അവൻ വന്നിരുന്ന് ക്രിസ്ത്യാനിസിന് സരിക്കുക. ഈ സാധനം ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്? ഏതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ അല്ലാതെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അവന്മാര്. ഇത് എന്തുകൊണ്ട് പറഞ്ഞു ക്രിസ്ത്യാനിറ്റി? അങ്ങനെ ഒരു സാധനം ഞാൻ എന്റെ ഏതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആരാണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനിസിനാണ് ഇപ്പൊ പറഞ്ഞ ഉപദേശം. അതായത് പരിശുദ്ധാത്മാവ് ശക്തിയാണ്, യഹോവയാണ് സർവശക്തൻ, യഹോവയാണ് എല്ലാം സൃഷ്ടിച്ചത്. ക്രിസ്ത്യാനിസൻ ഡോക്ടറിനാണ്. ജീസസ് സബോർഡിനേറ്റ് ആണ്. ഇതൊക്കെയല്ലേ പുള്ളി പറഞ്ഞോണ്ടിരുന്നത്. ക്രിസ്ത്യാനിറ്റി എങ്ങനെ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ അവന്മാരെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഷിജു കുത്തിയോടിന്റെ. ഷിജു കുത്തിയതോട് കറക്റ്റ് ഇല്ലേ? ബിന്നി സാറേ, പുള്ളി വണ്ണസ് വിട്ടു. പുള്ളി ക്രിസ്ത്യാനിറ്റിനാണോ? വണ്ണസ് വിട്ടിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു പുള്ളി എന്തോ വണ്ണസിന്ന് വ്യത്യാസപ്പെട്ട എന്തോ സംഭവത്ത് മാറിയെന്ന് ഞാൻ അവിടെ എവിടെയും കേട്ടെ. ഷിജു കുത്തിയത്തോട് ക്രിസ്ത്യാനിസിന് കാശ് കിട്ടും. ക്രിസ്ത്യാനിസിൻകാർ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ റൂമിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോയായിരുന്നു. ആദ്യം എന്തോ ചർച്ചാ ഗ്രൂപ്പ് എന്നും പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ തുടങ്ങിയത് വെച്ച് മൊത്തം ഞാൻ നോക്കുമ്പോ നമ്മുടെ കുരുവിളാച്ചാന്റെ ഉപദേശം മൊത്തം. ഈ കുരുവിളാച്ചാന്റെ ഉപദേശം ഇരുന്ന് കൗണ്ടർ ചെയ്യാൻ പറ്റാച്ചിട്ടാണ് ഞാൻ പെന്തക്കോസ് വിട്ട് ഇവിടുന്ന് ഓടിപ്പോന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ ആസിറ്റീസ് കേട്ടോ എന്റെ ഉറക്കം കളഞ്ഞു ചുമ്മാ.
ഇത് പണ്ട് നമ്മുടെ മുമ്പിൽ സജ്ജി എന്ന് പറഞ്ഞിട്ട് ഒരു എന്റെ മർത്തോമക്കാരനുണ്ട്. അല്ലല്ല, ഈ ജെ- പുള്ളി ഇത് നിങ്ങൾ കേട്ട ഈ പുള്ളി ഞാൻ എന്തേലും പറഞ്ഞോ? പുള്ളി വ്യക്തിയധിക്ഷേപം തെറിവിളി തുടങ്ങിയുണ്ടോ? ഇത് പണ്ട് ഇവിടെ വരുന്ന ചോദിച്ചാ സജ്ജി എന്ന് പറഞ്ഞിട്ട് മർത്തോമക്കാരനാ പുള്ളി. അവൻ എന്നാ ഫിലോസഫർ. മർത്തോമ? മിസ്റ്റർ ഷിബു എന്നൊക്കെ അല്ല, പറഞ്ഞു അത് വിളിക്കും. മിസ്റ്റർ ഷിബു മർത്തോമ എന്ന് അതിനുള്ള പറയുന്ന ടാഗ് ലേവൽ ഉണ്ട് എടുക്കേണ്ട ഞങ്ങളുടെ കാര്യമില്ല. പുള്ളി ഈ പെന്തക്കോസ് തന്നെ. മറ്റേ പെന്തക്കോസ് തന്നെ. അല്ല പെന്തക്കോസ് തന്നെ. പുള്ളി കുഴിച്ചിടാൻ വേണ്ടി മാത്രം മർത്തോമയായിട്ട് ഇരിക്കുന്ന ഒരാളാ, അല്ലാതെ മർത്തോമയൊന്നുമല്ല. പുള്ളി അത് മർത്തോമയുടെ എടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ പുള്ളി നല്ല ലോജിക്കലായിട്ട് സംസാരിച്ചിട്ട് അവസാനം പോയത്. എന്ത് ലോജിക്കാ അവൻ പറഞ്ഞത്? ആർക്ക് വീതം വെച്ച് ഒരു അല്ല, ബുക്ക് അത് ഇടാൻ ഐസക്ക് പറഞ്ഞത്? അത് ലോജിക്ക് ആണ്. അത് ബൈബിള് മാത്രമാണ്. നമ്മളിവിടെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ബൈബിള് വെച്ചുള്ള ഉപദേശം പറയുകയാണെങ്കിൽ വണ്ണസ് ഈ ഉപദേശം ബൈബിള് തൂകാൻ മാത്രം പറ്റുള്ളൂ, വെച്ചാൽ സത്യമാണ്. എങ്ങനെയാ പിന്നെ അത് ലോജിക്കലാണ്? ചുമ്മാ പിന്നെ വൃത്തിയോട് പറയല്ലേ. അവൻ പറഞ്ഞ ഒരു ലോജിക്കലും അല്ല. അതായത് അതിനകത്ത് രണ്ട് ഇതിലെടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് മഹോനതൻ തന്നെ യഹോവ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ റേഷൻ മേടിക്കാൻ നിൽക്കുന്ന ഒരാളായിട്ട് മാറി. അല്ലല്ല, മഹോന്നതം വീതം വെച്ച് ഒരു വീതം മഹോന്നതൻ എടുത്തെന്ന് പറയുമ്പോൾ മഹോന്നതന് ഇവരുമായിട്ട് എന്തോ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിരുന്നു, അവരുമായിട്ട് വീതം വെക്കേണ്ട ഗതികേട് മഹോന്നതന് ആ വന്നെന്നായി. അതിനെ ഞാനും പറഞ്ഞ അല്ല, റേഷൻ അത് മേടിക്കാനായിട്ട് മാത്രമല്ലല്ലോ, നിൽക്കുന്നു. ഈ എടാ മഹോന്നതൻ എങ്ങനെ എടാ മഹോന്നതന് എനിക്ക് വീതം ഒരു വെക്കുന്നത്? കഷണം തട ഞാന് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഞാൻ പരിപാടി. പറഞ്ഞത് ഈ അല്ല കോശിച്ച, അങ്ങനെ മഹോന്നതൻ അല്ലെന്ന് എങ്ങനെ? ഇത് ഞാൻ കേക്ക്. പിന്നെ അത് പറയട്ടെ, വീതം വെച്ച ആളൊരു വീതം എടുത്തു എന്ന് പറഞ്ഞാൽ ആ വീതം വെച്ച വെറും ഡാഷ്മോനായി. അത് തന്നെ ചോദിച്ചാ എന്നാൽ പറഞ്ഞേ, വീതം അത് വെച്ച ആള് തന്നെയാ പറഞ്ഞേ. വീതം എടുത്തു. സെയിം അത് അങ്ങനെ തന്നെയാ ബിന്നിക്ക് പിടി പറഞ്ഞത്. കിട്ടുന്നില്ലെന്ന്. ഈ വീതം വെച്ചവൻ വീതം എന്റെ വെച്ച് പൊന്ന് കളിച്ചപ്പോ ചോദിച്ചാൽ ഈ എനിക്ക് എടാ നീ ഞാൻ ഇത് ആവർത്തനമല്ല 69 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലോകത്തില്ല ആവർത്തനമല്ല പറയുന്നത്. അത്രയും ഞാൻ ഈ നേരം തന്റെ കൈ ഡിസ്കഷൻ എന്ന് കിട്ടിയിട്ട് പറഞ്ഞ താൻ അവനെ യഹോവയെ പൊക്കിക്കൊണ്ടിരുന്നപ്പോ അവനെ എവിടെ കൊണ്ടുപോണ്ടേ? യഹോവ എന്ന് പറഞ്ഞാൽ 70 ഒരുവൻ. ആ 70 പേരെന്ന് പറഞ്ഞ വാക്ക് എവിടാ? 70 അല്ല പേരെന്ന് പറഞ്ഞ അല്ല വാക്ക് ശിവച്ച, എവിടാ? ഞാൻ ആവർത്തനത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്. ഞാൻ ഈ ഇവിടെ അവിടെ യോഹന്നാനെ ഒന്നിൽ പിടിച്ചപ്പോ ഞാൻ അവരോട് പറയുന്നുണ്ടല്ലോ, എനിക്ക് പരിമിതി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് വേണമെങ്കിൽ യഹോവയുടെ വിഷയത്തിലേക്ക് എടുക്കാം, ബൈബിളിന്റെ വിഷയത്തിലേക്ക് എടുക്കാം, എന്നിട്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പുള്ളി എടുത്ത് അവിടെ അതിനെ പിടിച്ചത്. എടുക്കാതെ യഹോവയുടെ എവിടെ പിടിച്ചെന്ന് ഇപ്പൊ അതിലൊന്നും എന്റെ കാര്യമില്ല. ചോദിച്ചാൽ യോഹന്നാനെ ഒന്ന് ഞാനിവിടെ ഒരു പണി ചെയ്തോണ്ടിരിക്കുക, എന്റെ സാധനം ടൈപ്പ് കാര്യമില്ലല്ലേ. ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോ വിടണ അടുത്ത ആൾക്ക് കൊടുക്കണമായിരുന്നു. അതിന് ഇത് ആര് എത്ര പേരാ ഇവിടെ നോക്കി നോക്കിയിരിക്കും. ഒരുത്തരം ഇടപെട്ടില്ലല്ലോ. ഒരുത്തൻ കയറി കഴിഞ്ഞാൽ അവന്റെ അങ്ങനെ ഞാൻ പുറകിൽ കയറ്റിയിട്ട് ഇടപെടുകയല്ല. ഒരാൾ ഇവിടെ സ്ട്രിക്റ്റ് ഓർഡറല്ലേ, ഒരുത്തൻ പണിതോണ്ടിരിക്കുക വേറൊരുത്തൻ കയറി പണിയല്ലെന്ന്. അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ആണല്ലേ. ആരെങ്കിലും എടുക്കുമെന്ന് ഞാൻ പറയണമായിരുന്നു. ആ ഞാന് ഒരാളെ എടുക്കാൻ വേണ്ടി പെടലിക്ക് വെക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എനിക്ക് ഇവനായിട്ട് റിവ്യൂ അടിക്കാൻ പറ്റില്ല വയ്യാണ്ടായിരിക്കുന്നു, അതുകൊണ്ട്. ഇയാള് വയ്യാണ്ടായിരിക്കുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആള് വന്ന് അത് ചുമതല എടുത്തേനെ. അല്ല, ആദ്യം മിസ്റ്റർ ഷിബുവായി, പിന്നെ പാസ്റ്റർ ഷിബുവായി, പിന്നെ അത് പരിണമിച്ച് എടാ ഷിബുവായി. അപ്പൊ ഭയങ്കര വിശ്വാസിയാടോ, വിശ്വാസി. അല്ല ഇവൻ എപ്പോ തുടങ്ങിയത്? നിങ്ങൾ സംസാരിക്കുന്ന ആ സമയത്ത് ഞാൻ പോയി അയ്യോ, സിനിമ ഇവൻ കണ്ടു. സിനിമ കാരണമൊക്കെ ഞാൻ കണ്ടിട്ട് ഇവിടുന്ന് പോയത്. അപ്പൊ ഞാൻ കയറി 2 വന്നത് മണിക്കൂർ കാരണമാണ്. മേലെയായാലും 2 2.5 മണിക്കൂറായാലോ. രണ്ടൊന്നും അല്ല, അതിന് മേളിലായി. അവൻ യഹോവ രണ്ടൊന്നും ബാധിച്ചാന്ന് മനസ്സിലായില്ലേ? അവന്റെ ഒരു യഹോവ. അത് യഹോവ പറയുമ്പോ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങളാ യഹോവ എന്നുള്ള വാക്ക് മാറ്റി വെക്കുക, ഞാനത് പിടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ജസ്സിന് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അതെങ്ങനെയാ? 2 വാക്യം മുന്നേ യഹോവയ്ക്ക് ഭോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ. അല്ലല്ല, രണ്ടോ ദിവസമായിട്ട് ബിന്നിക്ക് നല്ല കോളാ. ബിന്നിയെ തിരക്കി ആള് വരുന്നുണ്ടല്ലോ. എന്നാ പറ്റി? ഇത് എന്നെ തിരക്കി വന്നതല്ലല്ലോ. ഞാൻ പിന്നെ പുള്ളി പോകേണ്ട വെച്ചൊരു വർത്തമാനം പറയാനോ വെച്ച് ഇരുന്നതാ കുറച്ചേരത്തേക്ക്. എന്റെ പണിയും കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. അത്ര നേരം കൊണ്ട് എന്റെ എന്നതാ പണിയും ചാറ്റിൽ കഴിഞ്ഞു. ട്രിനിറ്റി സ്പെഷ്യൽ പ്രത്യേക ട്രിനിറ്റി ഒക്കെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിമ്പിൾ ആസ് ദാറ്റ്. എന്നതാ സിമ്പിൾ പുള്ളി ആസ് ഇറ്റ് പറഞ്ഞത്? ഇസ് 20. ട്രിനിറ്റി എന്താ പറഞ്ഞത്? സിമ്പിൾ ആസ് ഇറ്റ് ഇസ് 20. അവന്റെ ഒരു മറ്റേടത്തെ ഇംഗ്ലീഷും പറഞ്ഞിട്ട് വന്നേക്കും. ഉറക്കം കളഞ്ഞ ഇടിയറ്റ്. അതായത് ഈ അതായത് റോയിച്ചനൊക്കെ കോശിച്ച ഉറക്കൂലേ? എപ്പോഴും എഴുന്നേറ്റ് വരുന്ന ഈ തെറി അല്ലെന്ന് പറയാനായിട്ട്. അവന്റെ സിമ്പിൾ ആർട്ടിസ്റ്റ് സിമ്പിൾ കേട്ട് അവന്റെ ഞാൻ എഴുന്നേറ്റാന്ന് എന്റെ ഒരു പൊന്നോ. പ്രാവശ്യം ഒന്ന് പറയാം, 100 പ്രാവശ്യം പറഞ്ഞപ്പോ ഇത് എന്തോന്ന് അറിയാൻ വേണ്ടി എഴുന്നേറ്റ് പോയതാ. എന്റെ ഉറക്കം പോയി. സിമ്പിളാണ്, പക്ഷെ പവർഫുൾ ആണ് ട്ടോ. അത് നിനക്ക് അറിയാൻ മേലാ, ഒരു പണിയും അറിയത്തില്ലോടാ ഈ സിമ്പിളും കൊണ്ട് വന്നേക്കുന്നു.
ഷിബു ചേട്ടാ, ഈ ഒരു വാക്യം ഭയങ്കര പ്രശ്നമാണ്. 2 വാക്യം മുന്നേ ഇത് നോക്കിയേ. യഹോവ അല്ലയോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ, യഹോവ അല്ലയോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. അത് കഴിഞ്ഞിട്ടായി പറയുന്നത്. അപ്പൊ അത് വലിയ പ്രശ്നമാവും. ആ അതൊക്കെ ശരി. എഴുതി കരുണാമയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഐസൊക്കെ. 6 ലക്ഷം പേരെ മിസ്രൈമിൽ നിന്ന് ഇറക്കിയിട്ട് 2 പേരെ കയറ്റിയത്. നല്ല കരുണാമയന. എന്റെ ഐസക്ക് ഇത് നമ്മള് ടോട്ടൽ ഇത് പറഞ്ഞിട്ട് നമ്മൾ ആരാണ് യഹോവ എന്ന് കറക്റ്റ് പറയാം. നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് എടുക്കുന്ന തീരികൾക്കാണ് ഈ തെളിവുകളൊക്കെ വെക്കേണ്ട കാര്യമുള്ളൂ. അതല്ലാതെ വെറുതെ ബൈബിൾ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചാൽ മതി. വെറും വൃത്തിയായിട്ടവനാണ് യഹോവ എന്ന് മനസ്സിലാക്കുക. ഞാൻ അല്ല, തീട്ടന്മാര് ലേശം കാണിച്ചവൻ. അമേദ്യം ഉണ്ട്, അമേദ്യം. ആ കയറിയിട്ട ഞാൻ അതാ ഐസക്കെ, പറഞ്ഞ തീട്ടം. ലേശം തീട്ടം അമേദ്യം ഉണ്ട്, കയറിയിട്ട വലിച്ചെറിഞ്ഞവൻ, ഐസക്കെ, മുണ്ടുപൊക്കി കാണിച്ചവൻ. കയറിയിട്ട വാരി മോന്തക്കിട്ട്. ഞാൻ പിതാവാണല്ലേ, പിതാവ്. ഊറി വാരി സഹിക്കുവോ? എറിഞ്ഞു. ഒരേ ഒരാളെ സഹിക്കുവോ? പറഞ്ഞിട്ടുള്ളൂ. മോഹിക്കരുത്, കൊല ചെയ്യരുത് എന്നൊക്കെ പറയുന്ന എന്തൊരു നല്ല ഒരു പിതാവ് അല്ലേ? അപ്പൊ തീട്ടം വാരി എറിയെന്ന് പറയുന്ന അത് വാരി എറിയൂന്ന് പറഞ്ഞതാ, വാരി എറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആര് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ദൈവം പറയുമ്പം അതിന്റെ അർത്ഥതലങ്ങൾ ദൈവം മാറത്തില്ല. തീട്ടം വാരി എറിയോ? അത് ദൈവം അതെ അതെ. പറഞ്ഞ് പ്രവാചകന്മാര് പറയുന്നതാ. ഇപ്പൊ ദാവീദ് യഹോവയെ കാണുന്നത് എടാ ഐസക്കെ, നിന്റെ യഹോവ ഉണ്ടല്ലോ, ഈ ദാവീദിനോട് പറയാണ്. ദാവീദ് ഊരിയാവിനെ കൊന്ന് ഊരിയാവിന്റെ ഭാര്യ എടുത്തപ്പോ ഈ ദാവീദിനോട് നിന്റെ യഹോവ പറഞ്ഞതറിയോ? നീ കൂടുതൽ കിടന്ന് മിണച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ എടുത്ത് മറ്റവന് കൊടുക്കുമെന്ന്. അത്ര വൃത്തികെട്ടവനവൻ. നീ കൂടുതൽ അല്ല, വെളുപ്പിക്കാൻ നിൽക്കല്ലേ കേട്ടോ. ജസ്റ്റിൻ എന്ത് ചെയ്യും? ഓ, ജസ്റ്റിൻ പോയാ? ഗ്ലോറി, ഗ്ലോറി. ഗോറി ജസ്റ്റിൻ ഗോറി. പോയാ? അതെ, ഇതിനകത്ത് ഐസക്ക് ഈ അതിന് രണ്ടു മുമ്പുള്ള വാക്യം പിതാവാണെന്ന് പറയുന്നത് കറക്റ്റ് ആണ്. യഹോവനെ പറയുന്നുണ്ടല്ലോ, യഹോവയുടെ പുത്രൻ ഇസ്രായേലാണെന്ന്. അതല്ലേ നമ്മൾ ഈ പറയുന്നത്, യഹോവയുടെ പുത്രൻ ഇസ്രായേലാണെന്നും യേശുവിടെ യാതൊരു ബന്ധമില്ല എന്നും പറയുന്നത്. യേശുവിന്റെ പിതാവല്ല യഹോവ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെ ഈ വാക്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ വാക്യം മുമ്പുള്ള ഒരു വാക്യമില്ലേ, അതിനകത്ത് നിന്റെ പിതാവ് എന്ന് പറയുന്നതില്ലേ, അതായത് ഇസ്രായേലിന്റെ പിതാവ് എന്നുള്ള രീതിയിൽ തന്നെ യഹോവ അറിയപ്പെടുന്നത്. അതായത് യഹോവയുടെ പുത്രനാണ് ഇസ്രായേൽ, അങ്ങനെ വാക്യമുണ്ട്. അപ്പൊ പിന്നെ പിതാവല്ലേ. യഹോവ ഉണ്ടാക്കുകയും ബാക്കി ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നമസ്കരിക്കുകയും ചെയ്യുന്ന ജാതികൾക്ക് വേണ്ടി അങ്ങനെ കുറെ ജാതികളുണ്ട്. ആ ജാതികളെ ദൈവം കൈയൊഴിയുകയും ഇസ്രായേലിനെ മാത്രം സ്വന്തമായിട്ട് നിർത്തുകയും ചെയ്തു. അങ്ങനെ ഒരു വാക്യമുണ്ട്. കറക്റ്റ് ആണെന്ന്. ഇസ്രായേലിനെ ഉണ്ടാക്കിയത് യഹോവ തന്നെയാണെന്ന്. മിസ്രൈമില് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ അവിടുന്ന് രക്ഷിക്കാതും പറഞ്ഞുകൊണ്ട് ഈ ഇസ്രായേലിനെ ഉണ്ടാക്കിയത് യഹോവ തന്നെയാ. കറക്റ്റാ. യഹോവയാണ് ഇസ്രായേലിനെ ഉണ്ടാക്കിയതും, യഹോവയാണ് ഇസ്രായേലിന്റെ രക്ഷകനും, യഹോവയാണ് ഇസ്രായേലിന്റെ പിന്നെ പിതാവും. സാറേ, ഇതൊക്കെ എനിക്ക് കറക്റ്റാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ അത്യുന്നതനായ ദൈവം സൃഷ്ടിച്ച ഈ ജനത്തുമായിട്ട് ഈ യഹോവയ്ക്ക് എന്താ ബന്ധം? ഈ യഹോവ എന്തിനാണ് എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ടവരെ അവിടുത്തെ വിളിച്ചോണ്ട് ഇയാളും ഇവർ നമ്മളെ ബന്ധം എന്താ? ബിന്നി സാറേ, അത് അബ്രഹാമിന് കൊടുത്തൊരു ആരായിട്ട്? പ്രോമിസ്. അതാണ് ഈ ഈ ആബ്രഹാമിനെ ഈജിപ്ത് അറിയ പോലുമില്ല എന്ന് ബൈബിൾ തന്നെ എഴുതി വെച്ചേക്കാം. അപ്പോഴാണ് ഈ അതൊന്ന് പറഞ്ഞു അബ്രഹാം ഏലിന്റെ ആളായിരുന്നു. ബിന്നി സാറേ. ഇയാള് ഈ നമ്മുടെ പാവം മോശ ഉപയോഗിച്ചിട്ട് അവിടെ പോയി പറയുന്നത് യഹോവയെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ അവനെ ആരാധിക്കുവാൻ ഈ ജനത്തെ വിട്ടു തരണം പറഞ്ഞിട്ടാണല്ലോ ഈ ഇസ്രായേലിൽ നിന്ന് ഈ ജനത്തെ വിളിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ശരിക്കും ഈ ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യരുമായിട്ട് ഈ വൃത്തികെട്ടവനുള്ള ബന്ധം എന്തുവാ ഒന്ന് പറഞ്ഞുതരുമോ? അതല്ലേ ദൂതനായിരുന്നു എന്ന് പറയുന്നത്. ദൂതന്മാരുടെ വാഴ്ചയായിരുന്നു വെളിച്ചമറ്റമേ, ഓക്കെ അല്ല ഓക്കെ. ലൈറ്റോ മറ്റമേ. ദൂതന്മാരുടെ വാഴ്ചയായിരുന്നു, ദൂതന്മാരായിരുന്നു കാര്യങ്ങൾ. അതില് ഉൽപ്പത്തിയില് പുസ്തകത്തിൽ ഇതുണ്ടല്ലോ, ദൂതന്മാര് വന്നിട്ട് മനുഷ്യരുടെ കൂടെ, മനുഷ്യ സ്ത്രീകളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞുള്ള വാക്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതെ, നെഫിലിം. ഗന്ധർവൻ. ഞാൻ ഗന്ധർവൻ, അതൊക്കെ തന്നെ. ഉം. അപ്പൊ ആ ടീമുകള് ഈ ഇവന്മാർക്ക് ഇത് തന്നെയായിരുന്നു. അതല്ലേ യഹോവയ്ക്ക് 32 പെണ്ണുങ്ങളെ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉള്ളത്. യഹോവയ്ക്ക് എന്തിനാ 32 പെണ്ണ്? ബൈബിളുള്ള കാര്യം കേട്ടോ. പേര് പറയില്ല ശ്ശെ, ചുമ്മാ യഹോവയെ അത് പറ്റി. അത് മൂഡ് ശരി. മാറ്റല്ലേ, മൂഡ് മാറ്റല്ലേ. കോശിച്ചാൻ അത് വെച്ച് ആ ഒരൊറ്റ പാവം. വാക്യം വെച്ച് കോശിച്ചാൻ അങ്ങനൊന്നും ഒരാഴ്ചത്തെ പറയില്ല, ഇവിടുത്തെ അങ്ങനെയൊന്നും. റൂമിട്ട മനുഷ്യനാണ് പാവാണ് കോശിച്ചാൻ. ആ ഒരൊറ്റ പുള്ളിക്ക് വാക്യം ചെയ്യാന്നൊക്കെ. പിടിച്ചിട്ട്. പുള്ളിക്ക് ഇച്ചിരി ഞാൻ മനസ്സിലായി, പുള്ളിക്ക് ഇച്ചിരി ദേഷ്യക്കാരനായിരുന്നു. മൂക്കത്ത് പെണ്ണുങ്ങളാണ്. യഹോവയ്ക്ക് നോക്കിയിരിക്കായിരുന്നു. 32 പെണ്ണിന് എന്തിനാന്ന് ചോദിച്ച് കോശിച്ചാൻ ഒരാഴ്ച ഇവിടെ എന്തിനാന്ന് ക്ലബ് ഹൗസിൽ ചോദിച്ചാൽ റൂമിൽ അവർ 24 ഉത്തരം മണിക്കൂർ പറഞ്ഞല്ലോ. ഇട്ടാ അവര് പറഞ്ഞു മിറ്റടിക്കാനും വെള്ളം കോരാന്നൊക്കെ അവര് പറഞ്ഞല്ലോ. പിന്നെ നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത വെള്ളം കോരാൻ. പണിക്കാരായിട്ട് നിർത്താനെന്ന് അവര് പറഞ്ഞല്ലോ, ഭക്തന്മാര് പറഞ്ഞില്ലല്ലോ. പണിക്ക് ആള് വേണമായിരുന്നു, അതിന് വെച്ചതാ. ആ നമ്മള് ഇനി വേണ്ടാത്ത അതേ ചിന്തിക്കുന്നത്. വാക്യൊന്നുമില്ല 32 പെണ്ണുങ്ങളെന്ന്. എന്റെ ഐസക്ക് അങ്ങനെ ഒരു വാക്യുണ്ട്.
അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഈ ഭിന്നിക്കുന്ന അത് കാര്യമൊക്കെ ചുമ്മാ പറയുന്നത്. പറഞ്ഞ ഐസക്, അങ്ങനെയൊന്നുമില്ല, സംഖ്യാപുസ്തകം 31 അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. അതെ അതെ അതെ, അങ്ങനെ വാക്യമേ ഇല്ല. 31 സംഖ്യാപുസ്തകം 31 സങ്കീർത്തനം 46 അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. അങ്ങനെ ഇല്ല. അതൊക്കെ ചുമ്മാ ഈ ഞാൻ ബിന്നി നോക്കി പറഞ്ഞുണ്ടാക്കണം. എന്നാണ്, ഞാൻ ഇപ്പൊ നോക്കി 33 ഇത് 42 അടിക്കട്ടെ, അങ്ങനെ ഇല്ല. റിമൂവ് ഫ്രം റൂം അടിക്കട്ടെ ഐസക്. കോഴ്സ് ഞാൻ ഇപ്പൊ നോക്കി കേട്ടോ, അങ്ങനെ സംഖ്യാപുസ്തകം അങ്ങനെയില്ല. 33 വാക്യം ഇല്ല. സംഖ്യാപുസ്തകം 31 കറക്റ്റ് 46 വാക്യ പറഞ്ഞ്, കറക്റ്റ് ഇല്ല വാക്യ പറഞ്ഞ്, ഇല്ല, അങ്ങനെ കോശ വാക്യം ഇല്ല, കറക്റ്റ് അങ്ങനെ വാക്യ അങ്ങനെ പറഞ്ഞില്ലേ? സംഭവമില്ല കേട്ടോ. അങ്ങനെ ഇല്ല, അങ്ങനെ സംഭവം 32 അതിനകത്തില്ല. കന്യാകുമാരനില്ല, അതില്ല അതില്ല. ചുമ്മാ പറഞ്ഞു. ചുമ്മാ പറയുന്നത്. 31-40 കറക്റ്റ്. 31-40 ഇല്ല കേട്ടോ. സംഖ്യാപുസ്തകം 30-40 ബൈബിളിലില്ല. ആൾക്കാർ വെറുതെ അല്ല, പറഞ്ഞു. 70 പേരിൽ ഒരാളാന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് കുരു പൊട്ടി.